Hi guys, welcome to today's session of the Hindu Decode by Geoid. നമ്മളിന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്കിവിടെ കാണാം. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇറാൻസ് ന്യൂക്ലിയർ പ്രോഗ്രാം ദി ഇല്യൂഷൻ ഓഫ് എ സർജിക്കൽ സ്ട്രൈക്ക്. പറഞ്ഞ പോലെ പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ് GS പേപ്പർ 1. അതേപോലെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ് എഫക്റ്റ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. നമുക്കറിയാം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഇസ്രായേലും US കൂടിയിട്ട് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ അറ്റാക്ക് ചെയ്തു അല്ലെ, ടു ട്രൈ ആൻഡ് സ്റ്റോപ്പ് ഇറാൻ ഫ്രം ഡെവലപ്പിംഗ് ന്യൂക്ലിയർ വെപ്പൺസ്. ഇറാൻ വെറുതെ ഇരുന്നില്ല. ഇറാൻ നല്ല രീതിക്ക് തിരിച്ചടിച്ചു, ലോഞ്ചിങ് ഡ്രോൺസ് ആൻഡ് മിസൈൽസ്. ഇറാൻ ഫോർട്ട് ബാക്ക് ബൈ ലോഞ്ചിങ് ഡ്രോൺസ് ആൻഡ് മിസൈൽസ്. ഇസ്രായേലിൻ്റെയും US ഈ ഒരു പരിപാടി ഇവിടെ വർക്കായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇല്ല. ഓക്കെ, ഒരുപാട് കാലങ്ങളായിട്ട് ഇവർ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് ഇങ്ങനെ ത്രട്ടൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൺ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ത്രട്ട് ആൻഡ് അറ്റാക്ക് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഹാർഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ വൈ ഈസ് ഇറ്റ് സോ ഹാർഡ് ടു സ്റ്റോപ്പ്? ഒന്ന്, ഇത് കോംപ്ലക്സ് ആണ്. ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റൊക്കെ ഡീപ്പ് അണ്ടർഗ്രൗണ്ടിലാണ്. പിന്നെ അത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇറ്റ് ഈസ് സ്പ്രെഡ് ഔട്ട്. ഓക്കെ, ഏതോ മലയുടെ ഉള്ളിലൊക്കെയാണ് ഇവർ ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഡിസ്ട്രോയ് ദീസ് കംപ്ലീറ്റ്ലി. ഓക്കെ, പിന്നെ ഇവരിപ്പോൾ ഈ ഇസ്രായേലൊക്കെ നടത്തിയ ഒരു വൺ ടൈം അറ്റാക്ക് ഇവർ നടത്തണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചിലപ്പോൾ അവരുടെ ആ ഒരു പ്രോഗ്രാമിനൊന്ന് നൈസായിട്ട് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലാണ്ട് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഇസ്രായേലും വിചാരിക്കേണ്ട, അമേരിക്കയും വിചാരിക്കേണ്ട. ഓക്കെ, ഇറാൻ ഇത് സിമ്പിളായിട്ട് റീബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെറുതെ മിസൈലും ഡ്രോൺസൊക്കെ അയക്കുന്നത്, ഇത് സംഭവം ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണല്ലേ. അതായത് ഇതൊരു വലിയൊരു വാറിലോട്ട് പോവാം. വെസ്റ്റ് ഏഷ്യയുടെ ഒരു കിടപ്പന്നെ അങ്ങനെയാണ്. ഓക്കെ, ഇറ്റ് കുഡ് സ്റ്റാർട്ട് എ ബിഗർ വാർ ഇൻ വെസ്റ്റ് ഏഷ്യ. ഇനി അത് സിവിലിയൻസിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതേപോലെ ഓയിലിൻ്റെ പ്രൈസസൊക്കെ ഗ്ലോബലി അത് കൂടാൻ തുടങ്ങും ഇനി. ഇറാൻ്റെ നമുക്ക് സിമ്പിളായിട്ട് പറയാം, അതായത് ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു കൊമ്പ് അല്ലെങ്കിൽ ഒരു ചില്ല വെട്ടിക്കളഞ്ഞത് കൊണ്ട് ആ മരം വളരാതിരിക്കുമോ? ഇല്ലല്ലോ. ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം അങ്ങനെ തന്നെയാണ്. അതായത് ഇറ്റ് ഈസ് ലൈക്ക് ട്രൈങ് ടു സ്റ്റോപ്പ് എ ട്രീ ഫ്രം ഗ്രോയിങ് ബൈ കട്ടിങ് ജസ്റ്റ് വൺ ബ്രാഞ്ച്. ഓക്കെ, ഇതൊരിക്കലും ഇറ്റ് ഡസൻ സ്റ്റോപ്പ് ദ വോൾ ട്രീ അല്ലേ. ഇത് കാര്യങ്ങൾ കുറച്ചും കൂടി വേഴ്സൺ ചെയ്യുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റാത്തതെന്ന് നോക്കുന്ന സമയത്ത് ഒന്ന്, ആ ഒരു ഡീപ്പ് ഫോർട്ടിഫിക്കേഷനാണ്. ഓക്കെ, ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സ്, അതായത് ഇപ്പോൾ പറയുന്ന ഈ നേത്തൻസും അതേപോലെ ഫോർഡോ എന്ന് പറയുന്ന ഇവരുടെ ന്യൂക്ലിയർ സൈറ്റ്സ് ഒക്കെ ഉള്ളത് വളരെ ഡീപ്പ് അണ്ടർഗ്രൗണ്ടിലാണ്. ദേ ആർ ബെറീഡ് ഡീപ്പ് അണ്ടർഗ്രൗണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മേലെ മറ്റേ തിക്കായിട്ടുള്ള കല്ലുകളും അതേപോലെ കോൺക്രീറ്റ് ലെയേഴ്സൊക്കെ ഉണ്ട്. ഈ ഫോർഡോ എന്ന് പറയുന്ന ഇവിടെ ഈ ന്യൂക്ലിയർ സൈറ്റ്, ഇത് ആക്ച്വലി ഇതൊരു മൗണ്ടെയിൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അണ്ടർ എ മൗണ്ടെയിൻ. ഇവരുടെ ന്യൂക്ലിയർ സൈറ്റ് ഒരു മലയുടെ അടിയിലാണെന്ന് പറയാം. ഒക്കെ ഒരു 80 to 100 മീറ്റർ ഡീപ്പൊക്കെ ആയിരിക്കും ഈ ഒരു സൈറ്റ് ഉള്ളത്. ആൻഡ് ഇത് ഇസ്രായേൽ വിചാരിക്കുന്നത് ഒരു നോർമൽ ബോംബ് കൊണ്ട് ഒരു ഗുഹയുടെ ഉള്ളിലുള്ള ഒരു ടാർഗറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് തകർക്കാമെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചത്. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ട്രൈങ് ടു ഹിറ്റ് എ ടാർഗറ്റ് ഇൻസൈഡ് എ കേവ് വിത്ത് എ നോർമൽ ബോംബ്. ഇസ്രായേലിലെ ബോംബുകൾക്ക് എന്തായാലും ഇത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതവർ മനസ്സിലാക്കണം. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ബോംബുകൾ എന്ന് പറയുന്നത് GBU-28 ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. GBU-28 ഇതൊരു ബോംബാണ്. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ബോംബുകൾ ഇവർക്ക് ആകെ ഒരു കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റും. ഒരു 5 to 6 മീറ്ററൊക്കെ ഉള്ള കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇവർക്ക് പോകാൻ പറ്റുമായിരിക്കും ഈ ബോംബുകൾക്ക്. ദേ ക്യാൻ ഓൺലി ഗോ ത്രൂ 5 to 6 meters ഓഫ് കോൺക്രീറ്റ്. പക്ഷേ ഈ ഫോർഡോ പോലെയുള്ള ന്യൂക്ലിയർ സൈറ്റ്സിൻ്റെ ഉള്ളിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഡീപ്പ് ഇനഫ് ടു റീച്ച് ഫോർഡോ. ഓക്കെ, ഈ GBU-28 എന്തായാലും അത്രയ്ക്ക് ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ US കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പറ്റിയ വെപ്പൺസൊക്കെ US കയ്യിലുണ്ട്. ഓക്കെ, US ഹാസ് ദ റൈറ്റ് വെപ്പൺസ്. US കയ്യിലൊരു സ്പെഷ്യൽ ബോംബുണ്ട്, GBU-57 MOP എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോംബുണ്ട്. ഇതിന് 60 മീറ്റർ വരെ ഉള്ളിലോട്ട് പോകാൻ പറ്റും. ഇറ്റ് ക്യാൻ ഗോ 60 meters ഇൻ ടു ദ ഗ്രൗണ്ട്. പക്ഷേ ഇത് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ US ബോംബേഴ്സ് വേണം. അത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഇപ്പം എന്തായാലും തൽക്കാലത്തിനില്ല, വിച്ച് ഇസ്രായേൽ ഡസ് നോട്ട് ഹാവ്. ഇറാന് പിന്നെ ഇവർ എന്തൊക്കെ ചെയ്താലും ഇറാൻ ഇത് തിരിച്ച് റീബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറാൻ്റെ സൈറ്റുകളൊക്കെ ഈവൺ ഇഫ് ദി സൈറ്റ്സ് ആർ ഡാമേജ്ഡ്, ഇറാൻ നോ ഹൗ ടു റീബിൽഡ് ഇറ്റ് ക്വിക്ലി. ഓക്കെ, പണ്ടൊക്കെ ഇസ്രായേൽ വിചാരിച്ചു പണ്ട് ഇറാഖിൽ 1981 അതേപോലെ സിറിയയിൽ 2007 ഈസി ആയിട്ട്
കുറച്ച് ബോംബുകളൊക്കെ ഇത് അണ്ടർഗ്രൗണ്ട് അല്ല, മേലെയുള്ള എബവ് ഗ്രൗണ്ട് സൈറ്റ്സിലൊക്കെ ഇസ്രായേൽ അടിച്ചിരുന്നു, ഈ ഇറാഖിലും സിറിയയിലും ഒക്കെ. ഓക്കെ, അതേപോലെ അടിച്ചിട്ട് ഇറാന്റെ പ്രോഗ്രാമിനെ പൊട്ടിക്കാന്നൊക്കെയായിരുന്നു ഇവർ വിചാരിച്ചത്. പക്ഷെ ഇറാന്റെ ഈ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം എന്നുള്ളത് ഇറ്റ് ഈസ് മച്ച് ബിഗർ എന്നുള്ള കാര്യം ഇവർ ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ബെറ്റർ പ്രൊട്ടക്റ്റഡ്. മലയുടെ ഉള്ളിലും അതേപോലെ അതിന്റെ പുറത്ത് കല്ലുകളൊക്കെയാണ്, വളരെ തിക്കായിട്ടുള്ള കല്ലുകളും കോൺക്രീറ്റ് ലെയേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഇവര് എന്തൊക്കെ ചെയ്താലും ഈ ഇസ്രായേലിന്റെ സോളോ സ്ട്രൈക്ക് കൊണ്ട് ചിലപ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ വർക്ക് ചിലപ്പോൾ ഡിലേ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന് എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് നീഡ് ഫുൾ സപ്പോർട്ട്. US മിലിറ്ററിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. എന്നാലും കംപ്ലീറ്റ് ഗ്യാരണ്ടി ഒന്നുമില്ല, സക്സസ് ഗ്യാരണ്ടി ചെയ്യില്ല എന്നാലും. ഓക്കെ, ഈവൻ ദാറ്റ് വോണ്ട് ഗ്യാരണ്ടി സക്സസ്. സോ സമറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സ് എന്ന് പറയുന്നത് ഇത് ഇറ്റ് ഈസ് ലൈക്ക് എ ഫോർട്രസ് ഇൻസൈഡ് എ മൗണ്ടെയിൻ. ഓക്കെ, ഇസ്രായേലിന്റെ കയ്യിൽ എന്തായാലും ഇപ്പോൾ നിലവില് ഇത് പൊട്ടിക്കാൻ അത്ര ശേഷിയുള്ള ടൂൾസ് ഒന്നും നിലവിലില്ല. ആൻഡ് എന്തെങ്കിലും ഒരു ഡാമേജ് ഇവർ വരുത്തിയാൽ തന്നെ ഇറാൻ അത് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൺലി ദ US ഹാസ് ദ പവർ ടു ഡു മോർ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ദാറ്റ് വോണ്ട് ഗ്യാരണ്ടി സക്സസ്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത്, വൈ ഇസ്രായേൽ കാണ്ട് ആക്ട് അലോൺ. ഓക്കെ, ഇവിടെ ഇസ്രായേലിന് എന്തായാലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ ഒരു വാറിന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. USന്റെ ഹെൽപ്പ് എന്തായാലും വേണം. അതായത് ഇസ്രായേലിന് വേണ്ടത് USന്റെ അഡ്വാൻസ്ഡ് വെപ്പൺസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ബോംബുകൾ, MOP ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉണ്ട്. സോ അതാണ് ഇവർക്ക് വേണ്ടത് ഇപ്പം ഇസ്രായേലിന്. പക്ഷെ US അത് ഇവരുമായിട്ട് ഷെയർ ചെയ്യില്ല. ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഇറ്റ് ഹാസിൻ ഷെയർ ദീസ് വെപ്പൺസ് ഒഫീഷ്യലി. പിന്നെ ഒരു ജോയിന്റ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തുക അല്ലെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ ഡിഫിക്കൽട്ടാണ്. US ഇസ്രായേലും കൂടി ചേർന്നിട്ട് സ്ട്രൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ കൺട്രീസിന്റെ മേലെ കൂടെ വേണം ഇത് പറത്തിവിടാൻ. ഓക്കെ, അതിൽ ഈ എന്താ പറയുക, സൗദി അറേബ്യയും ഇറാഖൊക്കെ ഉണ്ട്. ഇവരുടെ മേലെ കൂടെയൊക്കെ ഈ സാധനങ്ങൾ പറത്തി കഴിഞ്ഞാൽ ഇത് അതിലും വലിയ പ്രശ്നത്തിലോട്ട് പോകും. ബിക്കോസ് ഇറ്റ് വുഡ് വയലേറ്റ് ദി എയർ സ്പേസ് അല്ലേ. ആൻഡ് ആ ഒരു കൺട്രീസിനെ അപ്സെറ്റ് ചെയ്യും അത്. ആൻഡ് വാട്ട് കുഡ് ഹാപ്പൻ ഇഫ് ഇറാൻ ഈസ് അറ്റാക്ഡ്. ഇറാന് ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് ഇനി അറ്റാക്ക് നടത്തുന്നതെങ്കിൽ ഇതൊരു വേറെ തരത്തിലുള്ളൊരു റീജിയണൽ വാറിലോട്ട് പോകും. ബിഗ് റീജിയണൽ വാർലെസ് കേസ് ദർ. അതായത് ഇറാന്റെ കയ്യിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള അലൈസ് ഉണ്ട്. ഇവർക്ക് ഈ മെയിനായിട്ട് ഈ പ്രോക്സി ഗ്രൂപ്പ്സ് ഉണ്ട്. ലെബനനിൽ ഇപ്പോൾ ഹെസ്ബോള ഉണ്ട് ഇവർക്ക്. അതേപോലെ വേറെ മലീഷ്യാസ് ഉണ്ട്. അതായത് ഇവരൊരു പ്രൊഫഷണൽ, ഈ മലീഷ്യാസ് എന്ന് പറയുന്നവര് ഇവരൊരു പ്രൊഫഷണൽ സോൾജേഴ്സ് ഒന്നും അല്ല, പക്ഷെ ഇവർക്ക് മിലിറ്ററി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഇവർക്ക് ഇറാഖിലും ഉണ്ട്, സിറിയയിലും ഉണ്ട്. പിന്നെ ഇവർക്ക് യമനിൽ ഹൂതീസ് ഉണ്ട് യമനിൽ. ഓക്കെ, ഇത് ഇവര് US ഇസ്രായേലും കൂടിയിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓഫ് ദം മൈറ്റ് ജോയിൻ ദ ഫൈറ്റ്. ഓക്കെ, പിന്നെ ഇറാന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള മിസൈൽസും ഡ്രോൺസും ഉണ്ട്. ഓക്കെ, ആൻഡ് ഹാസ് പ്രോമിസ്ഡ് എ ക്രഷിംഗ് റെസ്പോൺസ് അല്ലേ. ഇതേപോലെ ഏപ്രിൽ 2024 ഇറാൻ ഓൾറെഡി ഷോഡ് ഇറ്റ് സ്ട്രെങ്ത്. 300-ലും മേലെ ഡ്രോൺസും മിസൈൽസും ഇസ്രായേലിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അവര്. ഈവൻ ദോ കൂടുതലും ഇസ്രായേൽ തടുത്തിട്ടു, പക്ഷെ അന്ന് ഇറാൻ കാണിച്ചു ഇറ്റ് ക്യാൻ ഓവർവെൽം ദി ഡിഫൻസ്. സോ നമുക്കിവിടെ ഒരു ഫൈനൽ സമ്മറി ആയിട്ട് പറയാനുള്ളത്, എന്തായാലും ഇസ്രായേലിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ എന്തായാലും 100% കഴിയില്ല. അതിന് USന്റെ വെപ്പൺസ് വേണം, അവരുടെ സപ്പോർട്ട് വേണം. പക്ഷേ ഈ ഒരു ഹെൽപ്പ് കിട്ടിയാൽ കൂടി അങ്ങനെ ഒരു അറ്റാക്ക് ഇറാന്റെ മേലെ നടത്തുക എന്നുള്ളത് വളരെ റിസ്ക് ആണ്. അതൊരു വേറെ തരത്തിലുള്ളൊരു ഇറ്റ് കുഡ് സ്പാർക്ക് എ ബിഗ് വാർ. അതേപോലെ ഇറ്റ് കുഡ് കോസ് എ ഗ്ലോബൽ ഫോൾ ഔട്ട്. പിന്നെ ഇറാൻ ഈസ് ഫുള്ളി റെഡി ടു ഹിറ്റ് ബാക്ക് ഹാർഡ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. സോ എന്തുകൊണ്ടാണ് ഇറാനുമായിട്ടുള്ള വാർ ഇത്രത്തോളം കോസ്റ്റ്ലി ആവുന്നതെന്ന് നോക്കിയിട്ട് പിന്നെ കുറച്ച് ഡിപ്ലോമസിയുടെ കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് നിർത്താം. ഓക്കെ, ആദ്യം നോക്കാനുള്ളത് ബിഗ് ഡേഞ്ചേഴ്സ് ഓഫ് എ ഫുൾ വാർ. സോ ഇറാനുമായിട്ടുള്ളൊരു വാർ അത് നയിക്കുന്നത് ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു മിഡിൽ ഈസ്റ്റിനെ ഇത് ഡീസ്റ്റെബിലൈസ് ചെയ്യും അല്ലേ. അതേപോലെ ഓയിൽ സപ്ലൈയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ഡിസ്ട്രപ്റ്റ് ദി ഗ്ലോബൽ ഓയിൽ സപ്ലൈ. ഓക്കെ, അത് കംപ്ലീറ്റ്ലി ആയിട്ട് വേൾഡ് വൈഡ് ഇത് ഫ്യൂൽ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം 100% നമുക്ക് ഷുവർ ആണല്ലേ. ആ ഒരു മിഡിൽ ഈസ്റ്റ് അവിടെ ഡീസ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് കുഡ് US-ഉം നമ്മുടെ USന്റെ അലൈസും ഇതിലോട്ട് വരാം. ഈ ഒരു വാറിലോട്ട് ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു അൺസർട്ടൈൻ വാറാണ്.
ഇവിടെ ഉള്ളത് ഡിപ്ലോമസി തന്നെയാണ് ഇവിടെ ഉള്ളൊരു ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, പീസ് ടോക്സ് വർക്ക്സ് ബെറ്റർ. ഈ ഒരു വാർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പില്ല. അതായത് ഇതിനൊരിക്കലും ഇറാന്റെ ആ ഒരു ന്യൂക്ലിയർ വർക്കിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഒരു ഡിപ്ലോമസി മാത്രമാണ് ഈ ഒരു ടോക്സും എഗ്രിമെന്റ് നടത്തുക എന്നുള്ളത് മാത്രമാണ് ഒരു ലോങ് ടേം വേ. ഓക്കെ, ദാറ്റ്സ് ദ ഓൺലി ലോങ് ടേം വേ. ഓക്കെ, ടു മാനേജ് ദി ത്രെറ്റ്. അതേപോലെ ഇവിടെ JCPOA നമ്മൾ, അതായത് ഈ ഒരു ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. സോറി. ഇത് 2015 ന്യൂക്ലിയർ ഡീലാണ്. ഈ ഒരു JCPOA എന്നുള്ളത് ഇറ്റ്സ് എ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഇതിനെ ഇറാൻ ന്യൂക്ലിയർ ഡീൽ എന്നും അതേപോലെ ഇറാൻ ഡീൽ എന്നൊക്കെ പറയും. ഇതൊരു എഗ്രിമെന്റ് ആണ്. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എഗ്രിമെന്റ് ആയിരുന്നു ഈ ഒരു JCPOA, ഇൻ റിട്ടേൺ ഫോർ സാങ്ഷൻസ്, റിലീഫ് ആൻഡ് അതർ പ്രൊവിഷൻസ്. സോ ഈ ഒരു എഗ്രിമെന്റ് ഫൈനലൈസ് ചെയ്തത് വിയന്നയിൽ വെച്ചിട്ടാണ്. 2015 14 ജൂലൈ 2015. ഇറാനും അതേപോലെ നമ്മുടെ UNSCയിലുള്ള 5ഓളം പെർമനന്റ് മെമ്പേഴ്സും കൂടിയിട്ടാണ് ഈ ഒരു എഗ്രിമെന്റിലോട്ട് എത്തിയത്. ഓക്കെ, നമ്മുടെ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US, പിന്നെ ജർമ്മനി. ഓക്കെ, ടുഗെദർ വിത്ത് ദി യൂറോപ്യൻ യൂണിയൻ. സോ ഇവരെല്ലാം കൂടിയിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്നത്. ആൻഡ് ഇത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് മേലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലിമിറ്റ്സ് വെക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇൻസ്പെക്ഷൻസ് നടത്താനൊക്കെ അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഇൻസ്പെക്ഷൻസ് ഇവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് മേലെ നടത്താനൊക്കെ. പക്ഷെ 2018 ഈ JCPOA നമ്മുടെ US ക്വിറ്റ് ചെയ്തു. ഓക്കെ, US 2018 പുറത്തു പോയതോട് കൂടിയിട്ട് ഇറാന്റെ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. അവരുടെ കയ്യിലുള്ള യുറേനിയം എൻറിച്ച് ചെയ്തു ടു എ ഹയർ ലെവൽ, അപ് ടു 60% ഒക്കെ അവരിപ്പോൾ എൻറിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് പിന്നെ ഈ ഒരു സംസാരം, അതായത് വൈ ടോക്സ് ആർ ഹാർഡ് നൗ എന്ന് ചോദിച്ചാൽ ഒരു ടഫർ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, ഈ ഒരു മിസ്ട്രസ്റ്റ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം. ഓക്കെ, ഇങ്ങോട്ടും ഉള്ളൊരു വിശ്വാസം ഇല്ലായ്മയാണ്. അപ്പോൾ ആ ഒരു മിസ്ട്രസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു റീജിയനിലുള്ള വാറുകളാണ്. സോ സ്റ്റാർട്ടിങ് ന്യൂ ടോക്സ് ഈസ് വെരി ഹാർഡർ നൗ, ബട്ട് സ്റ്റിൽ ടോക്കിംഗ് ഈസ് ഈസിയർ ആൻഡ് സേഫർ ദാൻ വാർ എന്ന് വേണം പറയാൻ. സോ നമ്മളിനി പറയാനുള്ളത്, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിന് മേലെ ഇസ്രായേലിന് നടത്താൻ കഴിയില്ല. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഇറാന്റെ ന്യൂക്ലിയർ സിസ്റ്റം എന്ന് പറയുന്നത് അത് സ്പ്രെഡ് ഔട്ട് ആണ്, അത് അണ്ടർഗ്രൗണ്ട് ആണ്, അതായത് ഇറ്റ് ഈസ് ബറീഡ് ഡീപ്ലി ആൻഡ് ഈസി ആയിട്ട് അതിനെ റിക്കവർ ചെയ്യാൻ പറ്റും ഇറാന്. സോ ദി ഐഡിയ ഓഫ് എ ക്വിക്ക് ക്ലീൻ അറ്റാക്ക് എന്ന് പറയുന്നത് വെറും ഒരു മിത്താണ്. ഓക്കെ, പിന്നെ ഇതൊരു സൈക്കിൾ ഓഫ് വയലൻസിലോട്ട് എത്തിക്കും. ഓക്കെ, വിൽ ഡിസ്കസ് അബൌട്ട് ദി ഡേഞ്ചർ ഓഫ് ആൻ എൻഡ്ലെസ് വാർ. ഡിപ്ലോമസി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് US-ഉം ഇസ്രായേലും കൂടി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇറാനും ഇറാന്റെ ആൾക്കാരും തിരിച്ചടിക്കും, ഒരു റിറ്റീലിയേഷൻ ഉണ്ടാവും. പിന്നീട് ഇതൊരു സൈക്കിളാണ്. പിന്നീട് ഇത് വേറെ മോർ അറ്റാക്സിലോട്ട് പോവും. പിന്നെ ഇതൊരു നെവർ എൻഡിങ് കോൺഫ്ലിക്റ്റ് ആണ്. വാർ തുടങ്ങുക എന്നുള്ളത് എളുപ്പമാണ്, ആർക്കും തുടങ്ങാം. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അധികം കഷ്ടമാണ്. സോ ഈ ഫെയിൽഡ് സ്ട്രൈക്ക് ഓൺ ഇറാൻ കുഡ് കോസ് മാസീവ് ലോങ് ടേം ഡാമേജ്. ഓക്കെ, സോ നമുക്കിവിടെ ഫൈനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഡിപ്ലോമസി എന്നുള്ളത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ഇംപെർഫെക്റ്റ് ആയിരിക്കാം തുടക്കത്തിലൊക്കെ, പക്ഷെ ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ ആൻ എൻഡ്ലെസ് വാർ, അല്ലേ? ആൻഡ് അതായത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാർ, ഒരു വ്യക്തമായിട്ട് അത് എപ്പോൾ എൻഡ് ചെയ്യുമെന്ന് നമുക്ക് അറിയാത്തൊരു വാറിലോട്ട് പോകുന്നതിനെക്കാട്ടി നല്ലത് കുറച്ച് സ്ലോ ആയിട്ടുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഡിപ്ലോമസിയിലൂടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ന്യൂസ്. സോ ദ സോറി സ്റ്റേറ്റ് ഓഫ് സൗത്ത് ഏഷ്യൻ എക്കോണമിക് ഇൻ്റഗ്രേഷൻ. സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ് GS പേപ്പർ 1. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. ഒരു ബയലാറ്ററൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ്സ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ഇൻവോൾവിങ് ഇന്ത്യ ആൻഡ് ഓർ എഫക്റ്റിംഗ് ഇന്ത്യസ് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ഹെഡിൽ വരുന്നൊരു ടോപ്പിക്കാണത്. സോ ഇവിടെ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ US-ൻ്റെ അവരുടെ ആ ഒരു ടാരിഫ് പോളിസീസും അതേപോലെ പെഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ടെറർ അറ്റാക്കും ഇത് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണെങ്കിൽ കൂടി ഇത് തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് രണ്ടും ഇന്ത്യയുടെ എക്കോണമിയും സെക്യൂരിറ്റിയും ബാധിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ?
ഈ എക്കോണമിയും സെക്യൂരിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അതായത് ഒരു എക്കോണമി വീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ എന്താ പറയുക, അവർ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവും. ഇത് വേറെ വയലൻസിലോട്ട് പോവും. ഓക്കെ, ഓർ വേറെ അൺട്രസ്റ്റിലോട്ടായിരിക്കും ഇത് പോവുക. സോ ഒരു ടെറർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ബോർഡർ ടെൻഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെ വളരെയധികം ഭയപ്പെടുത്തും. അല്ല, ഇറ്റ് സ്കാസ് ദി ഇൻവെസ്റ്റേഴ്സ്. അതേപോലെ അത് അവിടുത്തെ ഒരു ബിസിനസ്സിനെയും ട്രേഡിനെയും വളരെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കാൻ പോകുന്നത്. അതായത് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ടെറർ അറ്റാക്ക് ഒരു സ്ഥലത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കർഫ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ വേറെ തരത്തിലുള്ള ഭീതി പടരാൻ ചാൻസ് ഉണ്ട്. സോ അത് അവിടുത്തെ ടൂറിസത്തിനെ വളരെയധികം ബാധിക്കും. ഇറ്റ് വിൽ സ്ലോസ് ഡൗൺ ദി ടൂറിസം. അതേപോലെ ലോക്കൽ ബിസിനസ്സുകാർക്കും ഇത് വളരെയധികം അടിയായിരിക്കും. സോ ഇതേ സമയത്ത് തന്നെ US-ൻ്റെ ടാരിഫ് പോളിസീസ് ഇന്ത്യൻ കമ്പനീസിനെ അവരുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടിലോട്ടാക്കും അല്ലേ. സോ അത് അവരുടെ ജോലിയെയും വരുമാനത്തിനെയും ഒരേപോലെ ബാധിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. പിന്നെ ബോർഡർ ഡിസ്പ്യൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ആ ഒരു ഗ്രോത്തിനെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ആ ഒരു ബോർഡർ ഡിസ്പ്യൂട്ട്സ് ആണ്. പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിശ്വാസം തീരെ ഇല്ല എന്ന് വേണം പറയാൻ. വി ഡോണ്ട് ട്രസ്റ്റ് ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ് അതുകൊണ്ട് തന്നെ നമ്മൾ വി ഡോണ്ട് ട്രേഡ് മച്ച് ഓർ വർക്ക് ടുഗെദർ. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വഴിയെ പറയാം. സോ ഇത് ഇറ്റ് വിൽ സ്ലോ ഡൗൺ ഡെവലപ്മെൻറ്റ് ഫോർ എവ്രി വൺ അല്ല. ഇവിടെ ആർക്കും ഗുണമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് എല്ലാവരെയും എന്താ പറയുക, സ്ലോ ഡൗൺ ചെയ്യാതല്ലാതെ, ഡെവലപ്മെൻറ്റ് സ്ലോ ഡൗൺ ചെയ്യാതല്ലാതെ വേറൊരു ഗുണവുമില്ല. സോ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കുമ്പോൾ കൺട്രീസ് ഇൻ ദി റീജിയൻ ഷുഡ് വർക്ക് ടുഗെദർ അല്ലെ. സെക്യൂരിറ്റിയിലും ട്രേഡിലും നമ്മൾ ഒപ്പം വർക്ക് ചെയ്യണം. ദിസ് വിൽ ഹെൽപ്സ് ടു ബിൽഡ് പീസ് ആൻഡ് ഓൾസോ ഗ്രോ ദി എക്കോണമി ഫാസ്റ്റർ. സോ നമുക്കിവിടെ പറയാനുള്ളത് ഇന്ത്യയുടെ എക്കോണമിക് ഇഷ്യൂസും ഇന്ത്യയുടെ സെക്യൂരിറ്റി പ്രോബ്ലംസും കണക്റ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ശരിക്കും വളരണം എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ടു ട്രൂലി ഗ്രോ ആൻഡ് സ്റ്റേ സേഫ്, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ് നീഡ് ടു സോൾവ് ബോർഡർ ടെൻഷൻസ്. ഓക്കെ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം കുറച്ചും കൂടി, നോട്ട് ജസ്റ്റ് ഫൈറ്റ് ഓർ കോമ്പീറ്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൗത്ത് ഏഷ്യൻ കൺട്രീസ് വളരെ കുറച്ച് ട്രേഡ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദേ ട്രേഡ് വെരി ലിറ്റിൽ വിത്ത് ഇറ്റ് സെൽഫ്. സോ ദേ ട്രേഡ് വെരി ലിറ്റിൽ വിത്തിൻ ഇറ്റ് സെൽഫ്. സോ ഈവൻ ദോ ഇവരുടെ കയ്യിൽ വളരെ വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ കൂടി ഇവർ ഈ കുറച്ച് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ദിസ് സ്ലോസ് ഡൗൺ ഗ്രോത്ത് ഫോർ ദ ഹോൾ റീജിയൻ. സോ ഇവിടെ നമുക്ക് നോക്കാനുള്ളത്, ഒന്ന് ഈ ഒരു ലോ റീജിയണൽ ട്രേഡിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ്, നേപ്പാൾ, സോ നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അധികം ട്രേഡ് ചെയ്യുന്നില്ല അല്ലേ. വി ഡോണ്ട് ട്രേഡ് മച്ച് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഈ ഒരു സൗത്ത് ഏഷ്യയിലുള്ള ഒരു ഇൻസൈഡ് ട്രേഡ് അതിൻ്റെ ഒരു കണക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവരുടെ ടോട്ടൽ ട്രേഡിൻ്റെ ഒരു 5 to 7% മാത്രമേ ആ ഒരു ഇൻസൈഡായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ സൗത്ത് ഏഷ്യയിൽ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ദ റെസ്റ്റ് ഈസ് വിത്ത് ദി കൺട്രീസ് ഔട്ട്സൈഡ് ദ റീജിയൻ. നമ്മൾ വേറെ റീജിയൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 45% അവരുടെ ട്രേഡ് അവർ നടത്തുന്നത് അതിലുള്ളിലുള്ള കൺട്രീസിലാണ്. ഓക്കെ, യൂറോപ്യൻ യൂണിയനിൽ അണ്ടറിലുള്ള കൺട്രീസിലാണ് അവർ ഏറ്റവും കൂടുതൽ, 45% അവരുടെ ട്രേഡ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇനിയിപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ASEAN, ഓക്കെ, അതിലുള്ള കൺട്രീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 22% അവർ അതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, അതായത് നമ്മുടെ ഈ ബ്രൂണൈ, മറ്റേ കംബോഡിയ, മലേഷ്യ, മ്യാൻമാർ, ഫിലിപ്പീൻസ്, സിംഗപ്പൂരൊക്കെ ഉണ്ടല്ലോ, വിയറ്റ്നാം, ലാവോസ്. സോ ഇവരൊക്കെ 22% അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്തുന്നുണ്ട്. നോർത്ത് അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25% അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്തുന്നുണ്ട്. ഓക്കെ, അവരുടെ ഇൻസൈഡ് ട്രേഡ്. നമ്മുടെ ട്രേഡ് നമ്മുടെ 5 to 7% ആണ്. ഓക്കെ, സോ സൗത്ത് ഏഷ്യ എന്നുള്ളത് ഇറ്റ് ഈസ് ഫാർ ബിഹൈൻഡ് അല്ലേ ഇൻ വർക്കിംഗ് ടുഗെദർ ഇക്കോണമിക്കലി. പിന്നെ സൗത്ത് ഏഷ്യൻ കൺട്രീസിൻ്റെ ദേ ഓൺലി ട്രേഡ് അബൌട്ട് 23 ബില്യൺ ഇൻ ഈച്ച് അതേഴ്സ് നൗ. ഇപ്പോൾ കണക്കെടുക്കാൻ 23 ബില്യൻ്റെ അടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ സൗത്ത് ഏഷ്യൻ കൺട്രീസ് തമ്മിൽ. ഓക്കെ, ഇപ്പോൾ സൗത്ത് ഏഷ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക,
ഓക്കെ, അഫ്ഗാനിസ്ഥാനെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഏഷ്യയിലൊക്കെ വരുന്ന ആൾക്കാരാണല്ലോ. സോ സോറി, പക്ഷെ ഈ ഒരു ട്രേഡ് 67 ബില്യൺ വരെയും പോവാം എന്നാണ് UN ഒരു എസ്റ്റിമേറ്റ് പറയുന്നത്. ഓക്കെ, നമുക്ക് തമ്മിൽ 67 ബില്യൺ വരെ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് മേലേക്ക് ആയിട്ട് ഈവൻ 172 ബില്യൻ്റെ അടുത്ത് ട്രേഡ് വരെ നമുക്ക് ഈ രാജ്യങ്ങൾ തമ്മിൽ, സൗത്ത് ഏഷ്യൻ കൺട്രീസ് തമ്മിൽ നടക്കാം എന്നാണ് UN ഒരു എസ്റ്റിമേറ്റ് പറയുന്നത്. ദാറ്റ് മീൻസ് 86% ഓഫ് പോസിബിൾ ട്രേഡ് ഈസ് നോട്ട് ഹാപ്പനിങ് അല്ലേ. ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ട്രേഡ് കുറയുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സും അതേപോലെ ജോബ്സും അതിലുണ്ടാവുന്ന ഗ്രോത്ത് വളരെയധികം കുറവായിരിക്കും. അതേപോലെ ട്രേഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് ഒക്കെ ചീപ്പായിരിക്കും അല്ലേ. അതേപോലെ കുറച്ചും കൂടി സ്ട്രോങ് ടൈസ് ഉണ്ടാവും. പിന്നെ ആ ഒരു റീജിയണൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി കൂടുതലായിരിക്കും. സോ ഈ ഒരു സൗത്ത് ഏഷ്യ നമ്മൾ മിസ് ചെയ്യുന്നത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. Okay, we are missing a big chance to grow by not trading enough within the region. So, more cooperation could unlock huge economic benefit for everyone. സോ നമ്മൾ വേറെ റീജിയൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സൗത്ത് ഏഷ്യൻ കൺട്രീസിൻ്റെ കയ്യിൽ ഹ്യൂജ് പോപ്പുലേഷനാണുള്ളത്. ഓക്കെ, പക്ഷേ ഒരു കുഞ്ഞ് എക്കോണമിയാണ്. ഓക്കെ, വളരെ സ്മോൾ എക്കോണമിയാണ് നമ്മൾ, പക്ഷേ നമ്മുടെ കയ്യിൽ ഹ്യൂജ് പോപ്പുലേഷനാണ്. സോ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് അൺയൂസ്ഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ബിഗ് പോപ്പുലേഷൻ, സ്മോൾ എക്കോണമി. 25% ഈ ലോകത്തുള്ള ആൾക്കാർ ജീവിക്കുന്നത് ഈ സൗത്ത് ഏഷ്യൻ റീജിയനിലാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശിലൊക്കെയാണ് 25% വേൾഡിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ. ഓക്കെ, ഇതെല്ലാം കൂടി ഇത്രയും ഓൾ ടുഗെദർ നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് വെറും 5 ട്രില്യൺ ആണ്. ഓക്കെ, ദാറ്റ്സ് ക്വൈറ്റ് സ്മോൾ അല്ലേ. നമ്മൾ വേറെ റീജിയൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വേൾഡിൽ അവിടെ വെറും 5.8% ആൾക്കാർ മാത്രമേ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ കൺട്രീസിലും, കുറേ കൺട്രീസ് ഉണ്ടല്ലോ. സോ അവിടെ 5.8% ആൾക്കാർ മാത്രമേ അതിനകത്ത് ജീവിക്കുന്നുള്ളൂ. ഓക്കെ, പക്ഷെ അവരുടെ എക്കോണമി എന്ന് പറയുന്നത് 18 ട്രില്യൺ ആണ്. നമ്മുടെ 5 ട്രില്യൺ, 25% ആൾക്കാർ ഇന്ത്യയിൽ ജീവിച്ചിട്ട്, നമ്മുടെ സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ ജീവിച്ചിട്ട് നമ്മുടെ എക്കോണമി ടോട്ടലി എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ 5 ട്രില്യനേ ഉള്ളൂ. അവിടെ 18 ട്രില്യൺ ആണ്. ഓക്കെ, നോർത്ത് അമേരിക്കയുടെ കാര്യമൊന്നും പിന്നെ എടുക്കണ്ട, അവർ വേറൊരു ലെവലിലാണ്. ഓക്കെ, ദേ ആർ ഈവൻ റിച്ചർ. അവരുടെ എക്കണോമി എന്ന് പറയുന്നത് 24.8 ട്രില്യൺ ആണ്. സോ സൗത്ത് ഏഷ്യയുടെ കയ്യിലുള്ള ആ ഒരു പവർ യൂസ് ചെയ്യുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സൗത്ത് ഏഷ്യ ഈസ് നോട്ട് യൂസിങ് ഇറ്റ്സ് ഫുൾ പവർ. സോ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, വർക്കേഴ്സ് ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്, പക്ഷേ ദ റീജിയൻ ഈസ് നോട്ട് വർക്കിംഗ് ടുഗെദർ വെൽ ഇനഫ്. സോ കൺട്രീസ് തമ്മിൽ കോപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തമ്മിൽ ട്രേഡ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദാറ്റ് വിൽ ഹെൽപ്പ് ഈച്ച് അതർ ടു ഗ്രോ ദി എക്കോണമി, ആൻഡ് ദി എക്കോണമി കുഡ് ബിക്കം മച്ച് സ്ട്രോങ്ങർ. സോ നമ്മളോട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, സൗത്ത് ഏഷ്യയുടെ കയ്യിൽ വളരെയധികം മികച്ച ഇറ്റ് ഹാസ് എ വെരി ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ടു ബിക്കം റിച്ചർ. സോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആകെ എത്രമാത്രം ചെയ്താൽ മതി, നമ്മൾ ടീം വർക്ക് കുറച്ചും കൂടി കൂട്ടുക, അതേപോലെ റീജിയണൽ കോപ്പറേഷൻ അത് ഉറപ്പുവരുത്തുക, ടു ടേൺ ഇറ്റ്സ് പോപ്പുലേഷൻ ഇൻ ടു എ റിയൽ എക്കണോമിക് പവർ. സോ നമുക്ക് ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാനുള്ളത്, സൗത്ത് ഏഷ്യൻ കൺട്രീസ് തമ്മിൽ ഒരുപാട് ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, SAFTA, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ റിയൽ ആയിട്ടുള്ള പ്രോഗ്രസ്, ഇറ്റ് ഈസ് ബീൻ ബ്ലോക്ക്ഡ് ബൈ പുവർ കോപ്പറേഷൻ, പൊളിറ്റിക്കൽ ടെൻഷൻ ആൻഡ് ലാക്ക് ഓഫ് ട്രസ്റ്റ്. ഓക്കെ, എഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഇവർ നേരെ യൂസ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. ഓക്കെ, ഇപ്പോൾ ട്രേഡ് ഡീൽസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതൊന്നും നേരെ വണ്ണം നമ്മൾ ഇറ്റ് ഹാവൻ വർക്ക്ഡ് വെൽ, ബിക്കോസ് അത് സ്ട്രോങ് പോളിസീസിൻ്റെയും അതേപോലെ കുറച്ച് ആക്ഷൻസിൻ്റെയും ഒക്കെ കുറവ് കൊണ്ടാണ്. പിന്നെ ഹ്യൂജ് ആയിട്ടുള്ള ഈ ഒരു ട്രേഡ്, അല്ലെങ്കിൽ ആ ഒരു ട്രേഡിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ, ഇറ്റ് ഹാസ് ബീൻ വേസ്റ്റഡ് എന്ന് വേണം പറയാൻ. ഓക്കെ, 2/3 ഓഫ് ദ പോസിബിൾ ട്രേഡും അതേപോലെ സർവീസസും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഇൻസൈഡ് സൗത്ത് ഏഷ്യ ഇസ് നോട്ട് ഹാപ്പനിങ്. സോ ഇത് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം കൺട്രീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം ഇല്ലായ്മയാണ് ആദ്യത്തെ ഇഷ്യൂ. അതേപോലെ വേറെ ബോർഡർ പ്രോബ്ലംസ് ഉണ്ട്, ടെററിസം ഉണ്ട്, അതേപോലെ മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും നേപ്പാൾ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കറിയാം സാർക്ക് കൺട്രീസ് ആണല്ലേ, സാർക്കിൽ വരുന്ന കുറച്ച് രാജ്യങ്ങളാണ്. സോ ഇവർ തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്. ഓക്കെ, സോ അതും ഈ ഒരു ടീം വർക്കിനെ വളരെയധികം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ ചൈനയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചൈനയാണ്. സോ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് കൺസേൺ ഫോർ ഇന്ത്യ. പിന്നെ ചൈനേനെ ഇവർ ഈ ബംഗ്ലാദേശ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയണിൻ്റെ അടുത്തോട്ടൊക്കെ ഇവർ ഇൻവൈറ്റ് ചെയ്യാണ് ത്രൂ ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ഇൻവിറ്റേഷൻ ഫോർ ചൈനീസ് ആക്സസ് ടു ഇന്ത്യാസ് നോർത്ത് ഈസ്റ്റ് ത്രൂ ബംഗ്ലാദേശ് ഹാസ് എ ഫർദർ അഗ്രവേറ്റഡ് ഇന്ത്യ അല്ല. അതേപോലെ തന്നെ ഇവർ പറഞ്ഞല്ലോ, ബംഗ്ലാദേശ് പറഞ്ഞല്ലോ, അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഏരിയ എന്നുള്ളതൊരു ജീവനില്ലാത്തൊരു സ്ഥലമാണ്, മെയിൻലാൻഡിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ഏരിയയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റിനെ ഇവർ തരം താഴ്ത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചും നമ്മൾ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ പോർട്ടൊന്നും ഇനി നിങ്ങൾ യൂസ് ചെയ്യണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും വഴി നോക്കിക്കോ എന്ന് പറഞ്ഞല്ലോ നമ്മൾ. സോ അവരുടെ ആ ഒരു എക്സ്പോർട്ട് സെക്ടറിന് അത് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ തമ്മിലുള്ള പ്രശ്നം, പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം പിന്നെ പറയണ്ടല്ലോ. ഓക്കെ. പിന്നെ നേപ്പാളിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് ഒരാളില്ല. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഓക്കെ. സോ ഇവർ തമ്മിലുള്ള ഈ ഒരു കോർപ്പറേഷനൊക്കെ വളരെയധികം കുറവാണ്. ഓക്കെ. സോ അതാണ് ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ആണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. സോ ഇവിടെ വളരെ കുറച്ച് ട്രേഡ് വരുന്ന സമയത്ത് ഇവിടെ ജോലി സാധ്യതകൾ വളരെയധികം കുറവേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഇന്നോവേഷൻ കുറവായിരിക്കും. ഇവിടെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതും വളരെ കുറവായിരിക്കും. സോ ഇത് ഈ ഒരു റീജിയൻ്റെ തന്നെ ഓവറോൾ ഡെവലപ്മെൻറ്റിനെയും ഗ്രോത്തിനെയും വളരെയധികം ബാധിക്കും. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ന്യൂസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, സൗത്ത് ഏഷ്യൻ കൺട്രീസ് ഫോക്കസ് ചെയ്യേണ്ടത് ദേ ഷുഡ് വർക്ക് ടുഗെദർ. ആൻഡ് ആ ഒരു ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മാറ്റി വെച്ച് മതിയാവൂ. ദിസ് ഈസ് ദി ഓൺലി വേ ടു അൺലോക്ക് ദ റീജിയൻസ് ട്രൂ എക്കോണമിക് ആൻഡ് social potential. So we'll move on to our next news, which is Pakistan's role in the US West Asia calculus. സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ് GS പേപ്പർ 1. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. സോ നമുക്കറിയാം, ഈ കഴിഞ്ഞ 22-ാം തീയതി ജൂൺ 22-ന് നമ്മുടെ US-ൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, അതായത് US ഇറാനിലുള്ള 3 ന്യൂക്ലിയർ സൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ പോകണമെന്ന് പുള്ളി പറഞ്ഞിരുന്നു. ആൻഡ് ദിസ് ഇസ് എ വെരി ബിഗ് മൂവ് അല്ലേ, ദാറ്റ് കുഡ് ചേഞ്ച് ദി വെസ്റ്റ് ഏഷ്യ റീജിയൻ ഫോർ മെനി ഇയേഴ്സ്. US ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനത്തുള്ള പരിപാടികളിൽ ഏർപ്പെടുന്നത്. അതായത് 1992-ലും 2002-ലും ഇറാഖിൽ ഇതേപോലെ ചെറിയ ചെറിയ ബോംബുകൾ ഇട്ടുണ്ടായിരുന്നു. അതേപോലെ ലിബിയയിലും 2011-ൽ ഇങ്ങനത്തെ പരിപാടികൾ US നടത്തിയിട്ടുണ്ട്. ഓക്കെ. ആ കേസസിലൊക്കെ US പെട്ടെന്ന് ആ ഒരു വാർ അവർക്ക് ജയിക്കാൻ പറ്റി. US won the war very quickly. പക്ഷേ ആ ഒരു കൺട്രീസ്, ഇറാഖ് ആണെങ്കിലും ലിബിയ ആണെന്നുണ്ടെങ്കിലും, ദേ ബിക്കെയിം അൺസ്റ്റേബിൾ ഫോർ എ വെരി ലോങ് ടൈം. ഇറാൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കെതിരെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും വി വിൽ സ്ട്രോങ്ലി ഡിഫെൻഡ് അവർ സെൽഫ്. ഓക്കെ. ഇറാൻ ഹാസ് സ്ട്രോങ്ലി സെഡ് ഇറ്റ് വിൽ ഡിഫെൻഡ് ഇറ്റ് സെൽഫ്. ഓക്കെ. വിച്ച് മീൻസ് ഇതൊരു ഈ ഒരു വാർ ഇറ്റ് കുഡ് ടേൺ ഇൻ ടു എ ലോങ് ആൻഡ് ഡേഞ്ചറസ് കോൺഫ്ലിക്റ്റ്. സോ ഈ കഴിഞ്ഞ ജൂൺ 18-ാം തീയതി നമ്മുടെ പാകിസ്ഥാൻ്റെ ആർമി ചീഫായിട്ടുള്ള ജനറൽ അസീം മുനീർ, പുള്ളി ഇപ്പോൾ ഫീൽഡ് മാർഷലാണ്. ഓക്കെ. പുള്ളി നമ്മുടെ US പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപുമായിട്ട് വൈറ്റ് ഹൗസിൽ വെച്ചിട്ടൊരു പ്രൈവറ്റ് ലഞ്ചൊക്കെ നടന്നിരുന്നു അല്ലേ. ഇത് വളരെ റെയറാണ്. ഓക്കെ. എസ്പെഷ്യലി നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ആ ഒരു സമയത്ത് നമ്മൾ വാറിലൊന്നും ആയിരുന്നില്ല. നമ്മൾ ആ ഒരു ടെൻഷൻസൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. സോ ദാറ്റ് മെയ്ഡ് ഇറ്റ് വെരി റെയർ അല്ലേ. ആൻഡ് ഇതിന് ശേഷം നമ്മുടെ US-ൻ്റെ ജനറൽ, ഒരു ടോപ്പ് US ജനറൽ, പുള്ളി വന്നിട്ട് പറഞ്ഞു പാകിസ്ഥാൻ ഒരു വളരെ നല്ലൊരു പാർട്ട്ണറാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ. അത് ആയിക്കോട്ടെ, വളരെ നല്ലൊരു പാർട്ട്ണറാണെന്ന് പറഞ്ഞതൊക്കെ ശരി. അത് വേറെ US-ലും പാകിസ്ഥാനിലുള്ള വേറെ ഇൻട്രസ്റ്റ് ആണ്. അതിൽ ഇറാനും അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. സോ അതിലോട്ടും നമ്മൾ പോകുന്നില്ല. അത് പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു ലോങ് സ്റ്റോറി പറയണം. സോ അതിലോട്ട് പോകുന്നില്ല. പാകിസ്ഥാൻ ഒരു വളരെ നല്ലൊരു പാർട്ട്ണറാണെന്ന് പറഞ്ഞു US-ൻ്റെ ഒരു ജനറൽ വന്നിട്ട്. എന്തിനാണെന്നറിയോ ഈ ഒരു നല്ലൊരു പാർട്ട്ണറാണെന്ന് പറഞ്ഞത്? ടെററിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിൽ പാകിസ്ഥാൻ ഒരു വളരെ മികച്ചൊരു പാർട്ട്ണറാണെന്നാണ് ഒരു ജനറൽ വന്നിട്ട് പറഞ്ഞത്. ഓക്കെ. അത് പോട്ടെ. പിന്നെ അത് അവിടുത്തെ ആൾക്കാർ, US-ലുള്ള ആൾക്കാരെ തന്നെ അവിടുത്തെ ആൾക്കാർക്ക് തന്നെ ഇത് വളരെ സർപ്രൈസ് ആയിരുന്നു. അതായത് അഫ്ഗാനിസ്ഥാനിലുള്ള പാകിസ്ഥാൻ്റെ ആ ഒരു റോള് അത് ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. ഓക്കെ. ബിക്കോസ് പാകിസ്ഥാൻ വാസ് ക്രിട്ടിസൈസ്ഡ് ഏർലിയർ ഫോർ ഇറ്റ്സ് റോൾ ഇൻ അഫ്ഗാനിസ്ഥാൻ.
പക്ഷേ ഇപ്പോൾ ഇവരുടെ തമ്മിലുള്ള ഈ ഒരു ടൈപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യു.എസിന് ആ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പോസിബിളി ടു യൂസ് പാകിസ്ഥാൻസ് ഹെൽപ്പ് അഗെയിൻസ്റ്റ് ഇറാൻ. ഓക്കെ. സോ യു.എസിന് വേണ്ടത്, യു.എസിന് വെസ്റ്റ് ഏഷ്യയാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് സൗത്ത് ഏഷ്യയെക്കാളും. സൗത്ത് ഏഷ്യയിൽ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ അല്ലേ ഉള്ളൂ. അവിടെ ഇറാനുണ്ട് വെസ്റ്റ് ഏഷ്യയിൽ. അവർക്ക് വേണ്ടത് അതാണ്. ഓക്കെ. ഈ എന്തൊക്കെ പറഞ്ഞാലും യു.എസിന് നമുക്കറിയാം ഗൾഫിലുള്ള ഓയില്, ഓക്കെ, ഗൾഫിലുള്ള ഓയില് യു.എസിന് വേണ്ട. ഓക്കെ. ദേ ഡസൻ നീഡ് ഗൾഫ് ഓയിൽ ആസ് മച്ച് നൗ. ആൻഡ് അവിടെ യു.എസിനുള്ളത് വേറെ കുറച്ച് ഇൻട്രസ്റ്റുകളാണ്. ഓക്കെ. സ്റ്റിൽ ഇറ്റ് ഹാസ് എ ബിഗ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഇൻ ദ റീജിയൻ. സോ നമ്മൾ പാകിസ്ഥാൻ്റെയും ഇറാൻ്റെയും കാര്യം എടുക്കുമ്പോൾ അവർ ഇപ്പോൾ കറൻ്റ്ലി അവർ അത്ര ഒരു നല്ല ടേംസിലല്ല എന്ന് വേണം പറയാൻ. അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഭയങ്കര ഒരു ടെൻഷനിലാണ്. ബിക്കോസ് അവരുടെ ആ ഒരു ബോർഡറിലൊക്കെ ഇവർ തമ്മിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ മിസൈൽ അറ്റാക്ക് ഉണ്ടായിരുന്നു 2024. പിന്നെ ആ ഒരു അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഒരു റൈവലറിയാണ്. രണ്ട് പേർക്കും ആ ഒരു ഏരിയയിൽ ഒരുപാട് പവറും ഇൻഫ്ലുവൻസും ഒക്കെ വേണം. ഓക്കെ. ആ ഒരു അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ആ ഒരു റൈവലറി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ ഒരു പാകിസ്ഥാൻ ആയിരുന്നു, അതായത് പാകിസ്ഥാൻ ഈസ് വെരി പ്രൗഡ് ടു ബി ദി ഓൺലി മുസ്ലിം കൺട്രി വിത്ത് ന്യൂക്ലിയർ വെപ്പൺസ്. ഓക്കെ. സോ ഇറാന് അങ്ങനെ ഒരു സിമിലർ സ്റ്റാറ്റസ് കിട്ടുന്നതിൽ പാകിസ്ഥാനെ ഒരിക്കലും ഒരു എന്താ പറയുക, പാകിസ്ഥാൻ ഡസൻ വാണ്ട് ഇറാൻ ടു ഗെയിൻ ദാറ്റ് സിമിലർ സ്റ്റാറ്റസ്. ജൂൺ 15 പാകിസ്ഥാൻ ഇറാനുമായിട്ടുള്ള ബോർഡർ ക്ലോസ് ചെയ്തിരുന്നു. ഓക്കെ. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇറാൻ്റെ ഒരു ആർമി ചീഫ് യു.എസ് ഒന്ന് വിസിറ്റ് ചെയ്തു. ചെറുതായിട്ടൊന്ന് അവരൊന്ന് വിസിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇറാനുമായിട്ടുള്ള ബോർഡർ ക്ലോസ് ചെയ്തു. സോ ദിസ് ഷോസ് പാകിസ്ഥാൻ മേ ബി സൈഡിങ് വിത്ത് യു.എസ് ആൻഡ് ഇസ്രായേൽ. ഓക്കെ. രണ്ടുപേരും ഇറാനെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മേ ബി, നമുക്ക് അറിയില്ല. ഈവൻ ദോ ഈ ഒരു ബോർഡർ ക്ലോസ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, എങ്കിൽ കൂടി പെട്രോളും ഡീസലും ഒക്കെ ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് സ്മഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഈ ഒരു ഗ്വാഡാർ പോർട്ട് ഉണ്ടല്ലോ, നമ്മുടെ ബലൂചിസ്ഥാൻ പ്രൊവിൻസിലുള്ളതാണ്, പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാനിലുള്ളതാണ് ഈ ഒരു ഗ്വാഡാർ പോർട്ട്. ഈ ഒരു ഗ്വാഡാർ പോർട്ട് നമുക്കറിയാലോ, ഇത് വളരെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണല്ലേ. ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തത് ചൈനയാണ്, ത്രൂ ആ ഒരു ചൈന പാകിസ്ഥാൻ എക്കോണമിക് കോറിഡോർ ഉണ്ടല്ലോ. സോ ഇന്ത്യക്ക് ഇത് വളരെ ഒരു ടെൻഷനുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ. ഇറ്റ് ഈസ് എ വെരി പൊട്ടൻഷ്യൽ ത്രെറ്റ് ടു ഇന്ത്യൻ നേവൽ സെക്യൂരിറ്റി. അതേപോലെ നമ്മുടെ എനർജി ഇമ്പോർട്ടിനൊക്കെ ഇത് വളരെയധികം ഭീഷണി ഉയർത്തുന്നുണ്ട്. പക്ഷേ അത് സീനില്ല, നമുക്കിതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഇറാനിൽ ചബഹാർ പോർട്ട് ഉണ്ട് നമുക്ക്. സോ നമുക്ക് അഫ്ഗാനിസ്ഥാനിലോട്ടൊക്കെ ആക്സസ് കിട്ടും ഈ ഒരു പോർട്ട് വഴി. ഓക്കെ. പിന്നെ സെൻട്രൽ ഏഷ്യയിലേക്കൊക്കെ ആക്സസ് കിട്ടും. സോ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറാനിൽ ഈ ഒരു പോർട്ട് ഉണ്ട്, ചബഹാർ പോർട്ട്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, അത് മനസ്സിലാക്കുക. ഓക്കെ. സോ നമ്മൾ പറഞ്ഞത് ഇറാൻ ഈ ഒരു ഗ്വാഡാർ പോർട്ടിലോട്ട് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ പ്രൊവിൻസിലാണ്. ഈ ഒരു പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടെങ്കിൽ കൂടി ചില ട്രേഡുകളൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഓക്കെ. സം ട്രേഡ് സ്റ്റിൽ കണ്ടിന്യൂസ് ക്വയറ്റ്ലി. ആൻഡ് ഈ ഒരു 2025-26 പാകിസ്ഥാൻ്റെ ഒരു എക്കണോമിക് സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പാകിസ്ഥാൻ ഈ ഇടയായിട്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഇപ്പോൾ 17% അവരുടെ ആ ഒരു ഡിഫൻസിൽ കൂടുതലായിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ഈസ് സ്പെൻഡിങ് എ ലോട്ട് മോർ ഓൺ ഡിഫൻസ്. ഏകദേശം 3.29 ട്രില്യൺ ആണ്. ഓക്കെ. അവരിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിഫൻസിൽ. അതൊരു 17% ഇൻക്രീസാണ് കഴിഞ്ഞ വർഷത്തിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ സ്കൂളും റോഡൊന്നും അവർക്ക് പിന്നെ വേണ്ട. ഓക്കെ. അവിടെയൊക്കെയാണ് ഇവർ കട്ട് ചെയ്യുന്നത്. ഓക്കെ. ഡെവലപ്മെൻറ്റ് സ്പെൻഡിങ് ആണ് കട്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് ഇവർ ഡിഫൻസിലോട്ട് ഇടുന്നത്. ഓക്കെ. 50%-ഓളമാണ് ഇവർ കുറച്ചിരിക്കുന്നത് ആ ഒരു ഡെവലപ്മെൻറ്റ് സ്പെൻഡിങ്. സ്കൂളും റോഡൊന്നും വേണ്ട, അപ്പോൾ അതൊന്നും വേണ്ട. ഓക്കെ. സോ നമുക്കറിയാം വിസ് ക്യാൻ ഹേർട്ട് ദർ ഗ്രോത്ത് അല്ലേ. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ 74%-ഓളം പാകിസ്ഥാൻ്റെ വരുമാനം പോകുന്നത് അവരെടുത്ത ലോണിൻ്റെ പലിശ അടയ്ക്കാനാണ്. ഓക്കെ. സോ അതാണ് അവിടെ നോട്ട് ദ പോയിന്റ്. ജസ്റ്റ് ടു പേ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. അതിന് വേണ്ടിയിട്ടാണ് 74%-ഓളം അവരുടെ ഇൻകം അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ എത്ര തന്നെ ഉണ്ട്, 74 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര തന്നെ ഉണ്ട്. ദർ ഇസ് എ വെരി ലിറ്റിൽ മണി ലെഫ്റ്റ് ഫോർ എനിത്തിങ് എൽസ്. പാകിസ്ഥാൻ്റെ അടുത്ത് പിന്നെ പാകിസ്ഥാൻ്റെ കയ്യിൽ പിന്നെ 11 ബില്യൻ്റെ അടുത്ത് ഫോറിൻ റിസർവ്സ് ഉണ്ട്. ഓക്കെ. വിച്ച് ലുക്സ് ഗുഡ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലും ലോണാണ്. ഓക്കെ. 16 ബില്യൺ വർത്തിൻ്റെ ലോണുണ്ട്.
ഓക്കെ, 11 ബില്യൺ 11.5 ബില്യൺ ഫോറിൻ റിസർവ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ദാറ്റ്സ് ഓൺലി ബിക്കോസ് പാകിസ്ഥാൻ ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട്. 16 ബില്യൺ വെർത്ത് ലോൺ അവർ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡിലേഡ് പേയ്മെൻറ്റ്സ് ഒക്കെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ജസ്റ്റ് റോൾഡ് ദം ഓവർ. സോ ഈ ഒരു ഈവൺ വിത്ത് ഷോർട്ട് ടേം സ്റ്റെബിലിറ്റി, പാകിസ്ഥാൻ്റെ എക്കോണമി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റിൽ വീക്ക് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ബോറോയിങ്. സോ നമുക്ക് നമ്മുടെ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ ഒരു ആ ഒരു മുനീർ ഉണ്ടല്ലോ, അവരുടെ ജനറൽ മുനീർ, പുള്ളിയുടെ ബിലീഫാണ്. അതായത് പാകിസ്ഥാൻ്റെ ഈ ഒരു ആർമി ചീഫായിട്ടുള്ള ജനറൽ മുനീർ, ഈ പുള്ളി റിപ്പീറ്റഡ്ലി പാകിസ്ഥാൻ്റെ ഐഡിയോളജീസ്, അതായത് പാകിസ്ഥാൻ്റെ കോർ ഐഡിയോളജീസ് എന്തൊക്കെയാണെന്ന് ഈ ഒരു ജനറൽ മുനീർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു സുപ്പീരിയർ ഇസ്ലാമിക് ഐഡിയോളജി ആണ് പാകിസ്ഥാൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ഓഫ് എ സുപ്പീരിയർ ഇസ്ലാമിക് ഐഡിയോളജി, ഒന്നാമത്തെ കാര്യം. പിന്നെ പാകിസ്ഥാൻ ഫോളോ ചെയ്യുന്നത് 2 നേഷൻ തിയറി ആണെന്ന് ഈ ജനറൽ മുനീർ പറഞ്ഞിരുന്നു. ഓക്കെ, ഹിന്ദുസിനെയും മുസ്ലിംസിനെയും തമ്മിൽ കാണുന്ന ഒരു സെപ്പറേറ്റ് നേഷൻസ് തന്നെ ആയിട്ടാണെന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഒരു ജുഗുലാർ വെയിൻ എന്നാണ് പറഞ്ഞത് കാശ്മീരിന്. കാശ്മീർ അവരുടെ ലൈഫ് ലൈൻ ആണെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. പിന്നെ നമുക്ക് ഈ ഒരു ബലൂചിസ്ഥാനിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1947 ഈ ഒരു ഖാൻ ഓഫ് കലാത്ത് എന്ന് പറയുന്നത് ഒരു ബലൂച്ച് ലീഡറാണ്. പുള്ളി ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ആ സമയത്ത് തന്നെ പാകിസ്ഥാൻ പോയിട്ട് ആ ഒരു റീജിയൻ കയ്യേറി. ഇപ്പോൾ ഈവൻ ടുഡേ, ഇന്നത്തെ കാലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു ബലൂജിലുള്ള ആൾക്കാർ പാകിസ്ഥാൻ്റെ ഐഡിയോളജി റെസിസ്റ്റ് ചെയ്യാണ്. ആൻഡ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ഓട്ടോണമിയും ഇൻഡിപെൻഡൻസും ഒക്കെയാണ്. പിന്നെ ഈ ഒരു സെക്ടേറിയൻ ടെൻഷൻസ് നമുക്ക് പാകിസ്ഥാനിൽ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഷിയ മുസ്ലിംസ് ഉണ്ടല്ലോ, എസ്പെഷ്യലി പിൽഗ്രിംസ്, അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഈ പാകിസ്ഥാൻ്റെ ആർമി സപ്പോർട്ട് ചെയ്യുന്നത് ഈ സുന്നി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സിനെയാണ്. മുസ്ലിംസിനിടയിൽ തന്നെയുള്ള ആ ഒരു സുന്നി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിനെയാണ് പാകിസ്ഥാൻ്റെ ആർമി സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഒരു ബലൂച്ച് നാഷണലിസം സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് അവർ ഷിയാസിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു സെക്ടേറിയൻ വയലൻസ് വേഴ്സൺ ചെയ്യുകയാണ്. പിന്നെ പാകിസ്ഥാൻ്റെ ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ്, ഫോറിൻ പോളിസിയിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡാണ്. പാകിസ്ഥാൻ പബ്ലിക്കായിട്ട് ഗസേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു മുസ്ലിം കോസാണ് നമുക്കറിയാം. പക്ഷേ അതേ സമയത്ത് തന്നെ ഇറ്റ് ഈസ് സൈലൻ്റ്ലി ഹെൽപ്പിംഗ് ദി US വിച്ച് ഈസ് അറ്റാക്കിങ് ഇറാൻ. ഇറാൻ ഒരു മുസ്ലിം കൺട്രി ആണല്ലോ, പക്ഷേ ഇവിടെ US സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നതിൽ. പക്ഷെ ഇത് കാണിക്കുന്നത് പാകിസ്ഥാൻ്റെ ഫോറിൻ പോളിസിയിലുള്ളൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നാളെ വേറെ കുറച്ച് ന്യൂസായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.